നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സത്യം പറഞ്ഞ പിറന്നാൾ നടത്താൻ മോള് വാശി പിടിച്ചത് തന്നെ പത്മ ടീച്ചറെ ക്ഷണിക്കാൻ വേണ്ടിട്ടാ. മോൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാ ടീച്ചറിനെ. മോക്ക് മാത്രമല്ല അച്ഛനും. ഞാൻ ഇപ്പൊ പോവാ. എന്നെ ഇപ്പൊ കാണിച്ചത് തെറ്റാണെങ്കിലേ ദുഃഖിക്കേണ്ടി വരും. കേട്ടോ? അയാൾ ശരിക്കും ഒരു ഭ്രാന്തനാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ അയാളുടെ ഭാര്യ മരിച്ചുപോയത് വല്ലതും ആയിരിക്കും. ആർക്കറിയാം? എല്ലാ ഭ്രാന്ത് പിടിച്ചവന്മാരും ഇങ്ങോട്ടാണല്ലോ വന്നു കയറുന്നത്. ബഹളം വെച്ച് ആളെ കൂട്ടാൻ പറ്റുമോ? അപ്പൊ പിന്നെ ഒളിച്ചോടി വന്ന് ഇവിടെ താമസിക്കുന്നേ എല്ലാരും അറിയില്ലേ? അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാഞ്ഞത്. ഇനി ഒരുത്തം വന്നാലും നീ വാതിൽ ഉറക്കണ്ട. ചെല്. അമ്മ വീണ്ടും എന്നെ പറ്റിച്ചു. അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ട സമയമായി. രഘുവേട്ട, ഞങ്ങൾ ആദ്യമോനെയും കൊണ്ട് വീട്ടിലെത്തി. ഇല്ല, എല്ലാ ടെസ്റ്റുകളും ചെയ്തു. വലിയൊരു ബില്ലായി. ഹരിയ പണം അടച്ചത്. കടങ്ങളൊക്കെ നമുക്ക് തീർക്കാം കേട്ടോ. കടങ്ങൾ തീർക്കുകയല്ല, കടമകൾ തീർക്കുകയാണ് ഇപ്പൊ വേണ്ടത്. രഘുവേട്ട, ജീവൻ വല്ലാത്തൊരവസ്ഥയില. നിത്യ ഏത് നിമിഷവും അവൻ നേരിട്ട് കാണും. അങ്ങനെ സംഭവിച്ച ഒരുപക്ഷെ അവളുടെ ജീവൻ തന്നെ. അതിനുള്ള പരിഹാരം നീ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. നിത്യയെ കാത്തുരക്ഷിക്കാൻ ഹരിയെ കൊണ്ടേ പറ്റൂ. എത്രയും പെട്ടെന്ന് അവരെ ഒരുമിപ്പിക്കാൻ നീ തന്നെ മുൻകൈ എടുക്കണം കേട്ടോ. ശരിയാണ് രഘുവേട്ട. ഈ ലോകം മുഴുവൻ തിരഞ്ഞാലും ഹരിയെ പോലെ നിത്യക്ക് ചേരുന്ന ഒരാളെ കണ്ടെത്താൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിൽ സമാധാനം വന്നു ചേരണമെങ്കിൽ ഹരിയുടെയും നിത്യയുടെയും വിവാഹം നടന്നേ പറ്റൂ. എത്രയും വേഗം അത് നടത്തിയേ പറ്റൂ. ഹരിയുടെയും നിത്യയുടെയും വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല. അങ്ങനെ സംഭവിച്ച പിന്നെ ഞാൻ മനസ്സിൽ കരുതിയതൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഹരിയും നിത്യയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. നിത്യയെ എന്നിൽ നിന്നും അമ്മ ഒളിക്കുന്നത് വേറെ എന്തോ ഉദ്ദേശം മനസ്സിൽ വെച്ച. അമ്മയുടെ ഉദ്ദേശങ്ങൾ നടക്കാൻ പാടില്ല. അതിനു മുമ്പ് എനിക്ക് അവളെ കണ്ടെത്തണം. അതിനു മുമ്പ് ഞാൻ അവളുടെ മുമ്പിൽ എത്തിയിരിക്കും. സത്യം പറഞ്ഞ ഇങ്ങനൊരു ആഘോഷം മനസ്സിലുണ്ടായിരുന്നേ ഇല്ല. ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം അറിയാലോ. ഒരു കാര്യം പറയണത് പാതിരാത്രിയിലായിരിക്കും. അത് നടത്തി കൊടുത്തില്ലെങ്കിലോ അവർക്കത് വിഷമമാവും. അല്ല,
ഒന്ന് നോക്കുമ്പോ അത് നന്നായി. നമ്മുടെയൊക്കെ കാലത്ത് ഈ പിറന്നാളെന്ന് പറയുമ്പോ അമ്മയൊന്ന് അമ്പലത്തിൽ കൊണ്ടുപോകണ ദിവസാ. ഭാഗ്യമുണ്ടെങ്കിലേ ഒരു പായസം കിട്ടിയെങ്കിലായി. അതെ അതെ, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഓർമ്മയില്ല. ആ ഗീതയ്ക്ക് എന്താ താമസിച്ചേ? പുള്ളിക്കാരനൊരു ഒഫീഷ്യൽ ടൂറിലാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങുമ്പോഴേ വല്ലാത്ത തിക്കും തിരക്കുവാ. അപ്പൊ പുള്ളിക്കാരനെ യാത്രയാക്കിയിട്ട് വരാന്ന് വിചാരിച്ചു. ഓ അതെന്തായാലും നന്നായി. എവിടെ കല്യാണി മോള്? കല്യാണി മോളെ, കല്യാണി വാ മോളെ. ആ ബാ ബാ ബാ, സുന്ദരി കുട്ടിയായല്ലോ. ബാ ബാ ബാ, ഓടി വാ. ആ ആ കല്യാണി മോള് സുന്ദരിയായിട്ടുണ്ടല്ലോ. ആ എന്റെ അച്ഛനല്ലേ എന്നെ ഒരുക്കുന്നേ, അപ്പ ഞാൻ സുന്ദരിയാവില്ലേ? ആ ആ. ഹരി, മോള് ഹരിയെക്കുറിച്ച് പറഞ്ഞത് കേട്ടോ? മോളുടെ മനസ്സിൽ ഹരിയാണ് ഹീറോ. പിന്നെ എന്റെ അച്ഛനല്ലേ എന്റെ ഹീറോ? വേണ്ട ഹരി, കുടിച്ചത്. അല്ല, കേക്ക് മുറിക്കാറായോ? പിന്നെ ആ കേക്ക് മുറിക്കണമെങ്കില് ചീഫ് ഗസ്റ്റ് വരണം. ആരാ മോളെ ചീഫ് ഗസ്റ്റ്? ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാ അത്രയും പ്രധാനപ്പെട്ട ഒരാളാ. പത്മ ടീച്ചർ ഇന്നത്തെ ചീഫ് ഗസ്റ്റ്. ടീച്ചർ വന്നിട്ടേ കേക്ക് മുറിക്കുള്ളൂ. ഈ സത്യം പറഞ്ഞ പിറന്നാള് നടത്താൻ മോള് വാശി പിടിച്ച തന്നെ പത്മ ടീച്ചറെ ക്ഷണിക്കാൻ വേണ്ടിട്ടാ. മോൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാ ടീച്ചറിനെ. മോക്ക് മാത്രല്ല, അച്ഛനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാ. ചീഫ് ഗസ്റ്റ് അവളിങ്ങ് വരട്ടെ, അവക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.